നല്ല പാലട പ്രഥമന്റെ മണം ആസ്വദിച്ചാണ് കണ്ണനും വേണിയും വീട്ടിലേക്ക് കയറിയത്. ഉമ്മറത്തൊന്നും ആരെയും കാണാഞ്ഞത് കൊണ്ട് അവർ നേരെ അകത്തേക്ക് ചെന്നു. കണ്ണടച്ച് മടം പിടിച്ചുകൊണ്ട് വേണിയും പുറകെ തന്നെ കണ്ണനും അടുക്കളയിലേക്ക് കയറി. അപ്പോഴാണ് മുത്തശ്ശി ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. അവർ വന്നതും ആരും കണ്ടിട്ടില്ല. മുത്തശ്ശി പായസം ഇളക്കുന്നു. അമ്മ അടുത്ത് നിന്നുകൊണ്ട് നെയ്യിൽ കശുവണ്ടിയും കിസ്മിസും വറുത്തെടുക്കുന്നു. അത് പെറുക്കി തിന്നാൻ അച്ചു ഒപ്പമുണ്ട്. അല്ലി കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇതിലൊന്നും താല്പര്യമില്ലാത്ത പോലെ അമ്മായി അവിടെ ഇരിപ്പുണ്ട്. വേണി ശബ്ദം ഉണ്ടാക്കാതെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചു. വേണിമോളെ. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളെ മനസ്സിലായപ്പോൾ മുത്തശ്ശി വേഗം തന്നെ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് വിളിച്ചു. എന്തോ? അവൾ മുത്തശ്ശിയെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വിളി കേട്ടു. എത്ര നാളായി എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടിട്ട്. ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ മുതൽ മുത്തശ്ശി കാത്തിരിക്കുമായിരുന്നു മോളെ. അവളുടെ കവളിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു. അപ്പം ഞാൻ ആരായി? പുറംപോക്ക് അല്ലേ? കണ്ണൻ കള്ളപ്പിണക്കം കാണിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കണ്ണ, നിന്റെ ഈ കുശുമ്പിന് മാത്രം ഒരു മാറ്റവും ഇല്ലല്ലോ. മുത്തശ്ശി അവൻ്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും അത് കേട്ട് ചിരിച്ചു. യാത്രയ്ക്ക് സുഖമായിരുന്നു മക്കളെ? അതേല്ലോ അമ്മേ. അല്ല, ഇവിടെ എന്തെല്ലാവരും പരിപാടി? വേണി ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണി ചേച്ചി ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ പിറന്നാളല്ലേ, അതിവിടെ ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന പരാതിയായിരുന്നു അമ്മയ്ക്കും മുത്തശ്ശിക്കും. എന്നാൽ പിന്നെ ആ പരാതി അങ്ങ് തീർക്കാമെന്ന് ഞങ്ങൾക്കങ്ങ് കരുതി അല്ലേ ചേച്ചി? അച്ചു പറഞ്ഞു നിർത്തി. അതേല്ലോ, വേണിയുടെ പിറന്നാൾ ഇന്നലെ കഴിഞ്ഞെങ്കിലും ഇന്നലെ യാത്രയിലല്ലായിരുന്നോ നിങ്ങൾ? അതുകൊണ്ട് ഇന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു. അതിൻ്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലി പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നിങ്ങൾ പോയി ഫ്രഷായി വായു, അപ്പോഴേക്കും അച്ഛനും എത്തും. അച്ഛൻ മാർക്കറ്റിൽ പോയിരിക്കുക. ആ അല്ലമ്മേ, രാഹുലിനെ വിളിച്ചിരുന്നോ? അവനെ ഞാൻ വിളിക്കാതിരിക്കുവോ കണ്ണ? രാഹുലിനെ മാത്രമല്ല വേറെ കുറച്ചു പേരെ കൂടെ വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നൊരു സദ്യ ഉണ്ണാം. കണ്ണനും വേണിയും സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് ഫ്രഷാകാനായി പോയി. കണ്ണൻ വേണിയെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. വേണി താഴെയുള്ള തൻ്റെ മുറിയിലേക്കും. അസൽ പെൺകോന്തനായിട്ടുണ്ടവൻ. അതെങ്ങനെ എല്ലാവരും ഒരുത്തിയെ തലയിൽ കയറ്റി വെച്ചിരിക്കുവല്ലേ. അപ്പോൾ അവൻ അങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിലേ ഒരു അത്ഭുതമുള്ളൂ. നിങ്ങൾ അവളെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരുന്നോ? അവസാനം നിങ്ങൾക്കിട്ട് തന്നെ അവൾ പണി തരും, നോക്കിക്കോ. അമ്മായി അനിഷ്ടത്തോടെ പറഞ്ഞത് മുത്തശ്ശിയുടെ ശബ്ദം അവിടെ ഉയർന്നു. സവിതേ, നേരത്തെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതാണ് വേണിമോളെ പറ്റി ഒരു അക്ഷരം ഇവിടെ മിണ്ടരുതെന്ന്. വേണിയെ പറയുന്നത് കണ്ണനെ പറയുന്നതിന് തുല്യമാണ്, അത് ഓർത്തോ നീ? അത് കേട്ടതും സവിത മുഖം വീർപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. കുറച്ചു നേരത്തേക്ക് അവിടെ മുഴുവൻ നിശബ്ദത നിറഞ്ഞു. ഞാനെന്നാ മുറി പോയി വൃത്തിയാക്കിയിട്ട് വരാം. അത് പറഞ്ഞ് അച്ചു ചൂലും മറ്റും എടുത്ത് മുകളിലേക്ക് നടന്നു. ഏത് മുറി വൃത്തിയാക്കുന്ന കാര്യ? അല്ലി ചോദിച്ചു. കണ്ണൻ്റെ 2 സുഹൃത്തുക്കളെ കൂടി ക്ഷണിച്ചിട്ടുണ്ട് മോളെ. അവർ കുറച്ച് ദൂരത്തു നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാനും മറ്റു മുകളിലത്തെ സിറ്റ് ഔട്ടിന് ചേർന്നുള്ള മുറി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. വല്ല പൊടിയും കാണും. അതാ അച്ചു വൃത്തിയാക്കാൻ പോയത്. അല്പനേരം കഴിഞ്ഞ് വേണി ഫ്രഷായി അടുക്കളയിലേക്ക് വന്നു. പിന്നെ അവളും അല്ലിയും കൂടി പറമ്പിലേക്ക് ഇറങ്ങി വാഴയില മുറിക്കാൻ. കണ്ണനും താഴേക്ക് നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ആ മുറ്റത്തൊരു കാറ് വന്ന് നിന്നത്. ആരാണെന്ന് അറിയാൻ കണ്ണൻ അവിടെ തന്നെ നിന്നു. ഡോറ് തുറന്നിങ്ങിയ ആളെ കണ്ട് കണ്ണൻ പുഞ്ചിരിച്ചു. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു. ഡാ തരുണേ, എത്ര നാളായിടാ കണ്ടിട്ട്? കണ്ണൻ അവനെ പുണർന്നുകൊണ്ട് ചോദിച്ചു. തിരക്കായി പോയി അളിയ, അതാ ഇങ്ങോട്ട് വരാഞ്ഞേ. കണ്ണൻ തിരികെ പുണർന്നുകൊണ്ട് തരുൺ പറഞ്ഞു. അപ്പോഴാണ് കയ്യിലെ വാഴയിലയും പിടിച്ച് അല്ലിയോടൊപ്പം പറമ്പിൽ നിന്ന് നടന്നു വരുന്ന വേണിയിലേക്ക് അവൻ്റെ നോട്ടം ചെന്നത്. തരുൺ അവളെ തന്നെ നോക്കി നിന്നൊരു നിമിഷം. നിന്റെ വേണിയല്ലേ അത്? അവൻ കണ്ണനോട് ചോദിച്ചു. നീ കണ്ടിട്ടില്ലല്ലോ കൃഷ്ണയെ, ആദ്യമായിട്ടല്ലേ? പിന്നെങ്ങനെ മനസ്സിലായി അവളെ? കണ്ണൻ തെല്ലൽ അത്ഭുതത്തോടെ ചോദിച്ചു. തരുൺ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. വേണി അമ്മ തന്നെയാടാ, അവളുടെ അമ്മയുടെ അതേ രൂപം. അതാ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത്. കണ്ണൻ ആലോചനയോടെ മൂളി. അപ്പോഴേക്കും അവർ രണ്ടാളും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. വേണിയും അല്ലിയും തരുണിനെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് കണ്ണൻ പറഞ്ഞു. ദാ ഇതാണ് ഡോക്ടർ തരുൺ. തരുണേ, ഇത് കൃഷ്ണ, അറിയാലോ നിനക്ക്. ഇതെൻ്റെ അനിയത്തിക്കുട്ടി അല്ലി. അവൻ അവരെ തമ്മിൽ പരിചയപ്പെടുത്തി. ഓ, ഇതാണോ ഏട്ടൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തരുൺ ഡോക്ടർ? അല്ലി ചിരിയോടെ ചോദിച്ചു. അതേടി. തരുൺ അവളെ രണ്ടാളെയും നോക്കി ചിരിച്ചു. അവർ തിരിച്ചും. ഡാ, ഇവിടെ കാണില്ല നീ 2 ദിവസം. റൂമൊക്കെ റെഡിയാണ്.
നോക്കാം അളിയ, എന്തായാലും എനിക്കൊന്ന് കിടക്കണം. നല്ല ക്ഷീണം, പിന്നെ നല്ല വിശപ്പും. വയറും തിരുമ്മിക്കൊണ്ട് തരുണ് പറഞ്ഞു. ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വായേട്ടാ, വേണി തരുണിനോട് പറഞ്ഞു. അവരെല്ലാവരും അകത്തേക്ക് കയറി. അവർ ആദ്യം അടുക്കളയിലേക്കാണ് പോയത്. തരുൺ മുമ്പ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അവിടെയുള്ളവർക്കൊക്കെ അവനെ അറിയാം. അവന് തിരിച്ചും അമ്മയോടും മറ്റുള്ളവരോടും സംസാരിച്ച് നിൽക്കുവാണ് തരുൺ. ഇതേ സമയം മുകളിലെ മുറിയിലെ പൊടി കളയുന്ന തിരക്കിലായിരുന്നു അച്ചു. അത് അത്യാവശ്യം വലിപ്പമുള്ള മുറിയാണ്. ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ മുറി നേരത്തെ ക്ലീൻ ചെയ്തിടേണ്ടതായിരുന്നു. അങ്ങനെയാണ് ഇത്രയും പൊടി പിടിക്കില്ലായിരുന്നു ഇവിടെ. ചിലന്തി വലയും പൊടിയും തുടക്കുന്നതിനിടയിൽ അച്ചു സ്വയം ഓരോന്ന് സംസാരിക്കുവാണ്. അതെങ്ങനെ ഒന്ന് തൂക്കടിയെന്ന് അമ്മ പറഞ്ഞ ഞാൻ കേൾക്കുവോ? ഇല്ല, പിന്നെങ്ങനെ പൊടി വരാണ്ടിരിക്കും? ഉടുത്തിരുന്ന ഹാഫ് സാരി തുമ്പ് ഇടുപ്പിലേക്ക് കുത്തിവെച്ചുകൊണ്ട് അവൾ ജോലി തുടർന്നു. പാട്ടൊക്കെ പാടി ഷെൽഫിലെ പൊടി പിടിച്ച സാധനങ്ങൾ അവൾ ഒതുക്കി വെച്ചു. മുകളിൽ റൈറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ റൂമാണ് നിനക്ക്. ചെന്നൊന്ന് ഫ്രഷായി താഴേക്ക് വാ, എന്നിട്ട് സദ്യ കഴിക്കാം, കണ്ണൻ തരുണിനോട് പറഞ്ഞു. അവൻ തലയാട്ടിക്കൊണ്ട് മുകളിലത്തെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. മുകളിലത്തെ ഹോളിൽ ചെന്നിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും 2 വഴിയായി തിരിയുന്നുണ്ട്. അവിടെ നിന്നപ്പോഴാണ് റൈറ്റ് സൈഡിൽ എവിടെ നിന്നൊരു പാട്ട് അവൻ കേൾക്കുന്നത്. തരുൺ ആ പാട്ട് കേട്ട് ചിരിയോടെ അവിടെ തന്നെ നിന്നു. ഇതാരപ്പാ, ഇവിടെ വേണി ഉള്ളത് താഴെയാണ്. പിന്നെ കണ്ണൻ്റെ അനിയത്തി അല്ലി, ആ കുട്ടിയും താഴെയാണ്. ഇത് പിന്നാരെ പാടുന്നേ? എന്തായാലും കൊള്ളാം. അവൻ ആലോചിച്ച് നിന്നതും അച്ചു പാട്ട് നിർത്തി. തൂത്തെടുത്തതെല്ലാം കളയാനായി സിറ്റ് ഔട്ടിലേക്ക് പോയി. തീർന്നു. പാട്ട് കേൾക്കാഞ്ഞിട്ട് തരുൺ ആലോചിച്ചു. എന്നിട്ട് കണ്ണൻ പറഞ്ഞ ഓർമ്മയിൽ റൈറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ മുറിയിലേക്ക് നടന്നു. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അവൻ അകത്തേക്ക് കയറി. വാതിൽ ചാരിയിട്ടു. അടുത്ത് കിടന്ന ടേബിളിലെ കയ്യിൽ കൊണ്ട് ബാഗ് വെച്ചു. ഷർട്ടൂരി അടുത്തുള്ള റാക്കിലേക്ക് ഇട്ടുകൊണ്ട് ബെഡിലേക്ക് കിടക്കാൻ ചെന്നതും സിറ്റ് ഔട്ടിൽ നിന്നും അച്ചു അകത്തേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു. ഷർട്ടിടാത്ത ആ രൂപത്തിനെ പെട്ടെന്ന് മുന്നിൽ കണ്ടതും അച്ചു അറിയാണ്ട് നിലവിളിച്ചു പോയി. ഒന്ന് പകച്ചെങ്കിലും തരുൺ വേഗം വന്ന് അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് വാ പൊത്തി. ഞാൻ തരുൺ, കണ്ണൻ്റെ ഫ്രണ്ടാണ്. ബഹളം വെക്കില്ലെങ്കിൽ ഞാൻ കൈയെടുക്കാം. അവൻ പറഞ്ഞിട്ട് ഒരു നിമിഷം അവളെ നോക്കി നിന്നിട്ട് കൈ മാറ്റിയതും അച്ചു 2 കൈയും കൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി. ഒന്ന് വീഴാൻ പോയെങ്കിലും വേഗം തന്നെ അവൻ ബാലൻസ് ചെയ്തുകൊണ്ട് നിന്നു. നീ ഏതാ കുരുപ്പേ? എൻ്റെ നെഞ്ച്, അവൻ തൻ്റെ നെഞ്ചിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ആഹാ, കൊള്ളാലോ. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഏതാണെന്നോ? അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. നിന്റെ വീടോ? നീ ഇവിടുത്തെ അടിച്ചുതളിക്കാരിയല്ലേ? അവളുടെ കയ്യിലെ ചൂലും മറ്റും ഇരിക്കുന്നത് കണ്ടവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. തൻ്റെ മറ്റവളാടു അടിച്ചുതളിക്കാരി. എൻ്റെ ഏട്ടനെ എവിടുന്ന് കിട്ടിയോ ആവോ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ? അച്ചു വീറോടെ പറഞ്ഞു. നിന്റെ ഏട്ടനോ? നീ കണ്ണൻ്റെ അനിയത്തിയാണോ? അപ്പം ഞാൻ താഴെ കണ്ട ആള് അല്ലി? തരുൺ സംശയത്തോടെ ചോദിച്ചു. കണ്ണേട്ടൻ്റെ അനിയത്തി അശ്വതിയാണ് ഞാൻ. പിന്നെ താഴെ കണ്ടത് ഞങ്ങളുടെ അമ്മായിയുടെ മകൾ അലങ്കൃത എന്ന അല്ലി. ഏട്ടനും അത് അനിയത്തി തന്നെയാ. അതാ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ ആവോ? 2 കൈയും ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ഗൗരവത്തോടെ അവൾ പറഞ്ഞു. ഓ ആയേ, അപ്പോൾ ഇയാൾ അശ്വതി അല്ലേ? ഈ ട്രോളിലും മറ്റും കാണുന്ന അശ്വതി അച്ചുവാണോ? അവൻ വീണ്ടും അവളെ കളിയാക്കി തുടങ്ങി. ഊവല്ലോ, ഞാൻ തന്നെയാ. തനിക്ക് അതിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. വഴിന്ന് മാറടൂ, എനിക്ക് പോണം. അച്ചു വീണ്ടും കലിപ്പിടുവാണ്. കണ്ണന് ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ടായിരുന്നോ എൻ്റെ ശിവനെ? അവൻ പിറുപിറുത്തുകൊണ്ട് അവൾക്ക് പോകാനായി വഴിമാറിക്കൊടുത്തു. തരുണിനെ ഒന്നുകൂടെ ചിറഞ്ഞു നോക്കിക്കൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇതിനെ സൂക്ഷിക്കണം. സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലും വെച്ച മുതലാണത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാലും പെണ്ണ് കൊള്ളാം. തരുൺ ഒരു ചിരിയോടെ റൂമിലേക്ക് കയറി വാതിൽ ചാരി. തരുൺ താഴേക്കിറങ്ങി വന്നപ്പോൾ നടുമുറ്റത്ത് ചൊറിയും കുത്തിയിരിക്കുന്ന അച്ചു. അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. എടോ, കുറച്ച് വെള്ളം വേണമായിരുന്നു. തരുണിൻ്റെ ശബ്ദം കേട്ട് അച്ചു തിരിഞ്ഞു നോക്കി. വേണമെങ്കിൽ പോയി എടുത്തു കുടിക്കടോ എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് കണ്ണൻ അവിടേക്ക് വരുന്നത് അച്ചു കാണുന്നത്. കണ്ണൻ്റെ മുൻപിൽ വെച്ച് തറുതല പറഞ്ഞ കണക്കിന് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് അച്ചൊന്നും മിണ്ടാതെ വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. നീ ഫ്രഷായി വന്നോ? വിശക്കുന്നുണ്ടോടാ? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂട്ടോ. ഇവിടുത്തെ സ്ത്രീജനങ്ങളൊക്കെ കൂടി നല്ല അസല് സദ്യ തയ്യാറാക്കുന്നുണ്ട്. കണ്ണൻ തരുണിൻ്റെ തോളിലേക്ക് കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു. അവൻ മറുപടിയായി ചിരിച്ചു. സത്യം പറഞ്ഞ വിശപ്പുണ്ടടാ, പക്ഷെ സാരമില്ല, സദ്യ ആവട്ടെ, നമുക്കൊരു പിടിപിടിക്കാം. അവർ സംസാരിച്ച് ഉമ്മറത്തെത്തി. അവിടെയുള്ള സോപാനത്തിലായി അവർ രണ്ടാളും ഇരുന്നു. പിന്നെ നിന്റെയും വേണിയുടെയും ലവ് സ്റ്റോറി പറ, കേൾക്കട്ടെ.
തരുൺ ചോദിക്കുന്നത് കേട്ട് കണ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് അച്ചൊരു ഗ്ലാസ്സിൽ വെള്ളവുമായി അവിടേക്ക് വന്നത്. അത് അവൾ തരുണിന് നേരെ നീട്ടി. അവനത് കൈനീട്ടി വാങ്ങിച്ചു. ഏട്ടന് വെള്ളം വേണോ? അച്ചു കണ്ണനോടായി ചോദിച്ചു. വേണ്ടടി. അവൾ തരുണിന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിയപ്പോൾ അവൻ കണ്ണൻ കാണാതെ അവളെ കണ്ണുറുക്കി കാണിച്ചു. അവൾ ഒരു ലോഡ് പുച്ഛം അവന് നേരെ വാരി വിതറി കൊടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. തരുൺ അവൾ പോയ വഴിയെ നോക്കി ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് കണ്ണന്റെ മുഖത്തേക്കാണ്. കണ്ണൻ സംശയത്തോടെ അവനെയും അച്ചുവിനെയും മാറി മാറി നോക്കിയിരിക്കുവാണ്. അവന്റെ ആ ഇരുപ്പ് കണ്ട് തരുൺ ഒന്ന് ഇളിച്ചു കാണിച്ചു. ഡേ ആ പോയവളുടെ ആങ്ങളെയാണ് ഞാൻ എന്ന ബോധത്തിൽ ഒരു മയത്തിലൊക്കെ നോക്കടേ. കണ്ണൻ പറയുന്നത് കേട്ട് തരുൺ പൊട്ടിച്ചിരിച്ചു പോയി. ഒപ്പം കണ്ണനും. അപ്പോഴാണ് ഒരു സ്കൂട്ടിയിൽ രശ്മി അവിടേക്ക് എത്തിയത്. കണ്ണൻ അവളെ കണ്ട് എഴുന്നേറ്റു. ഒപ്പം അകത്തേക്ക് നോക്കി വേണിയെ വിളിച്ചു. കൃഷ്ണ, ദേ ആരാ വന്നേക്കുന്നതെന്ന് നോക്കിയേ. ദാ വരുണു. അടുക്കളയിൽ അമ്മയോടൊപ്പം സഹായിച്ചു നിന്ന വേണി കൈ തുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് എത്തി. അപ്പോഴാണ് ഹെൽമെറ്റ് ഊരി വെച്ച് അവരുടെ അടുത്തേക്ക് വരുന്ന രശ്മിയെ അവൾ കാണുന്നത്. അവളെ വേണി അവിടെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. വേണി രശ്മിയുടെ അടുക്കലേക്ക് ഓടിച്ചേർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേണിയെ കണ്ട സന്തോഷം രശ്മിയുടെ മുഖത്തും പ്രകടമായിരുന്നു. രണ്ടാളും തമ്മിൽ കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം പങ്കുവച്ചു. വരൂ രശ്മി. ഡാ, ഇത് രശ്മി, ഞങ്ങളുടെ ഫ്രണ്ടാണ് ഓഫീസിലെ. രശ്മി, ഇത് തരുൺ, എൻ്റെ സുഹൃത്താണ്. കണ്ണൻ അവരെ തമ്മിൽ പരിചയപ്പെടുത്തി. അമ്മ ഇവിടെ സാർ? കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നേ വേണിയുടെ പിറന്നാളാണെന്ന്. അപ്പോഴേ അമ്മ പറയുന്നേ ഇവിടേക്ക് വരണമെന്നും. ആടോ, ഞങ്ങളൊരു യാത്ര പോയതായിരുന്നല്ലോ. സോ ഇവിടെ അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് നടത്താമെന്ന് കരുതി. അമ്മ അകത്തുണ്ട്, കിച്ചണിൽ. പിന്നെ തന്നോട് ഓഫീസിൽ വെച്ച് പറയണമെന്ന് വിചാരിച്ചതാ. എപ്പോഴും ഈ സാറ് വിളി വേണ്ടെന്നേ. കണ്ണൻ പറഞ്ഞത് കേട്ട് രശ്മി പുഞ്ചിരിച്ചു. ഒപ്പം വേണിയും. അവരെല്ലാവരും അകത്തേക്ക് കയറി. പാചകവും വാചകവും ഒക്കെ തകൃതിയായി പിന്നീട് അങ്ങോട്ട് മുറക്ക് നടന്നു. പെട്ടെന്ന് തന്നെ രശ്മി അവിടെ ഒരു അംഗത്തിനെ പോലെയായി. എല്ലാവരുമായി അവൾ വേഗമെടുത്തു. മുകളിലെ ബാൽക്കണിയിൽ ഒത്തുകൂടിയതാണ് വേണിയും അച്ചുവും രശ്മിയും അല്ലിയും. ഓഫീസിലെ കാര്യങ്ങളും കണ്ണനും വേണിയും യാത്ര പോയതിൻ്റെ വിശേഷങ്ങളുമൊക്കെ അവർ സംസാരിച്ചു. വേണി അപ്പോഴാണ് അല്ലിയുടെയും രാഹുലിൻ്റെയും കാര്യം എടുത്തിട്ടത്. പിന്നെ പറയണോ, അവരുടെ ലവ് സ്റ്റോറി കേട്ടേ പറ്റൂ എന്ന വാശിയിലായിരുന്നു രശ്മി. ഒടുക്കം വേണിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അല്ലി പറഞ്ഞു തുടങ്ങി അവരുടെ പ്രണയകഥ. അല്ലിയുടെ ഇഷ്ടം രാഹുൽ അറിഞ്ഞതും അവൻ വേറൊരു കുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന് ഭാവിച്ച് നടന്നതും അറിഞ്ഞപ്പോൾ അല്ലി ഉണ്ടായ വിഷമവും അപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥയും അമ്മായി അവൾക്ക് വേറൊരാലോചന കൊണ്ടുവന്നതും കണ്ണൻ രാഹുലിനോട് സംസാരിച്ചതും രാഹുൽ അല്ലിയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതും അങ്ങനെ എല്ലാം അല്ലി പറഞ്ഞു. അതേ ഫീലോടെ കേട്ടിരുന്നത് കൊണ്ടാകാം എന്തുകൊണ്ടോ രശ്മിയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. പടിപ്പുര കടന്നൊരു കാർ അകത്തേക്ക് കയറി. അതിൻ്റെ ശബ്ദം കേട്ടാണ് അവർ അവിടേക്ക് നോക്കിയത്. കാർ ഏതാണെന്ന് കണ്ടപ്പോൾ തന്നെ അല്ലിയുടെ മനസ്സിൽ ലഡു പൊട്ടി. ഡോറ് തുറന്ന് രാഹുൽ ഇറങ്ങുന്നത് കൂടി കണ്ടപ്പോൾ അല്ലിയുടെ മുഖം നാണത്താൽ ചുമക്കുന്നത് ഒരു കൗതുകത്തോടെ അവർ കണ്ടിരുന്നു. അല്ലി വേഗം തന്നെ അലസമായി കിടക്കുന്ന മുടിയൊക്കെ ഒതുക്കി വെക്കുകയും ഡ്രസ്സൊക്കെ നേരെയാക്കി ഷോളിൻ്റെ തുമ്പ് കൊണ്ട് മുഖമൊക്കെ തുടക്കുകയും ചെയ്തു. അവളുടെ ഈ പ്രവൃത്തികളൊക്കെ കണ്ട് സത്യം പറഞ്ഞ രശ്മിക്ക് ചിരി പൊട്ടി. രാഹുൽ ഇങ്ങ് വരട്ടെ, ഞാൻ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരാളുടെ മുഖം നാണം കൊണ്ട് ചുവന്നതും ഇതുവരെ ഇല്ലാത്ത ഒരുക്കവും. രശ്മി അല്ലിയെ കളിയാക്കിക്കൊണ്ട് എഴുന്നേറ്റു. പൊന്നുമോളെ, ചതിക്കല്ലേ, അങ്ങേര് പിന്നെ എന്നെ കളിയാക്കി കൊല്ലുവടി പ്ലീസ്. എൻ്റെ ചക്കരയല്ലേ, പറയില്ലേ? അല്ലി കൊഞ്ചി പറഞ്ഞു. ഓ, എന്താ സോപ്പിടൽ അല്ലടി അച്ചു, വേണി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ നീ, അച്ചു പറഞ്ഞത് കേട്ട് അല്ലി അവളെ നോക്കി ചുണ്ടുകൂട്ടി കാണിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പോയി പറയട്ടെ, നിങ്ങളും വാ. അച്ചുവിനെയും വേണിയെയും നോക്കി പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് രശ്മി താഴേക്ക് ഓടി. പുറകെ ബാക്കിയുള്ളവരും. രാഹുലിനോടൊപ്പം ഫ്രണ്ട് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആദിയെ അപ്പോൾ അവരാരും കണ്ടില്ല. രശ്മി പ്ലീസ്, കഷ്ടമുണ്ട് കേട്ടോ, പറയല്ലേ. അല്ലി പുറകെ തന്നെ വിളിച്ചു കൂവിക്കൊണ്ട് ഓടി. നീ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല മോളെ, ഞാൻ പറയും. ഓടി സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി അല്ലിയോട് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞതും എതിരെ വന്ന ആദിയെ കൂട്ടിയിടിച്ച് താഴേക്ക് വീണത് ഒരുമിച്ചായിരുന്നു. ശിവനെ, IPS. ആദിയെയാണ് ഇടിച്ചിട്ടതെന്നറിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് കണ്ണ് കൂർപ്പിച്ച് അവൾ പറഞ്ഞു. എൻ്റെ പൊന്നു കൊച്ചെ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിനക്ക് ഇത് തന്നെയാണോടി പണി? വെറുതെ നടക്കുന്ന എൻ്റെ നെഞ്ചിൽ കയറി പഞ്ചാരിമേളം നടത്തുന്നതാണോ നിന്റെ ഹോബി? ആദി നടുവിന് കൈ ചേർത്തുകൊണ്ട് അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പിടിച്ചു നിർത്താൻ അവൾ പാടുപെട്ടു. ആദി, ഡാ, എന്താ പറ്റിയേ? കണ്ണൻ പെട്ടെന്ന് അവിടേക്ക് ഓടി വന്ന് അവനെ എഴുന്നേൽക്കാൻ സഹായിച്ചുകൊണ്ട് ചോദിച്ചു.
ദേ ഈ മാനത്ത് കണ്ണിയോട് ചോദിക്ക് എന്താ പറ്റിയെന്ന് ആദി രശ്മിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ വിളിച്ചേ? മാനത്ത് കണ്ണിയെന്നോ? അവൾ കണ്ണും തള്ളി ചോദിച്ചു. പിന്നെ എപ്പോഴും മാനത്തോട്ട് നോക്കി എതിരെ നടന്നു വരുന്നവരെ ഇടിച്ചിടുന്ന നിന്നെ പിന്നെ മാനത്ത് കണ്ണി എന്നല്ലാതെ എന്താണാവോ വിളിക്കേണ്ടത്? താൻ പോടും. രശ്മി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ഒന്ന് നിർത്തുവ രണ്ടാളും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതുപോലെ വഴക്ക് തുടങ്ങിയപ്പോൾ വേണി പല്ലിറമ്മിക്കൊണ്ട് പറഞ്ഞു. അതാ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ വഴക്കിടല്ലേ? അച്ചുവും പറഞ്ഞു. രശ്മിയും ആദിയും പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും ഒന്ന് അടങ്ങി. ആദി നീ എപ്പോൾ വന്നു? തരുൺ ആദിയെ കണ്ട് ഉത്സാഹത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. തരുണിനെ കണ്ടതും അച്ചുവിൻ്റെ മുഖം ഇരുണ്ടു. അളിയ നീ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മ കൊള്ളാലോ, എല്ലാവരും ഒരുമിച്ചാണല്ലേ വിളിച്ചത്? തരുണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി പറഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റൊക്കെ അച്ഛനാണ് പിള്ളാരെ. നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. അതുകൊണ്ട് വേണിമോളുടെ പിറന്നാളിന് എല്ലാവരെയും ക്ഷണിക്കാം. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വിളിപ്പിച്ചത് അച്ഛനാ. അവരുടെ സംസാരം കേട്ട് അവിടേക്ക് വന്ന അമ്മ പറഞ്ഞു. പറഞ്ഞ പോലെ അച്ഛൻ എവിടെ അമ്മേ? കാണാനില്ലല്ലോ, രാഹുൽ ചോദിച്ചു. അച്ഛൻ മാർക്കറ്റിലേക്ക് വരെ പോയതാടാ. അവിടെ അടുത്തുള്ള കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറിയിട്ടേ വരൂ എന്ന് പറഞ്ഞിരുന്നു. അതാ ലേറ്റ് ആകുന്നത്. ആ ദേ അച്ഛൻ വന്നല്ലോ, വേണി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ എല്ലാവരും ഉണ്ടല്ലോ. അച്ഛൻ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വിശേഷങ്ങൾ തിരക്കാൻ തുടങ്ങി. തരുണും ആദിയും കണ്ണനും രാഹുലും ഫ്രണ്ട്സായത് എങ്ങനെയെന്ന് പറഞ്ഞു തുടങ്ങി.